ഹലോ, വരൂ വരൂ. ഞങ്ങൾ 1 മണിക്കൂർ നേരത്തെ എത്തി. സന്തോഷം. ഞങ്ങളിപ്പോ സിനിമ കാണുകയാണ്. മിസ് ആലിസ് അഗസ്റ്റിൻ അല്ലേ? ഞാൻ ജെയിംസ്. അറിയാം, ആന്റി പറഞ്ഞു. കണ്ടതിനും പരിചയപ്പെട്ടതിനും വളരെ സന്തോഷമുണ്ട്. മിസ് ആലിസ്, നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ഒരു പരിപാടി നടപ്പിലാക്കാൻ നിർബന്ധിതനായിരിക്കാൻ ഞാൻ. ഈ പരിപാടി പുറത്താവുകയോ പോലീസ് അറിയുകയോ ചെയ്തവരുടെ ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാനിതിൽ തികച്ചും കടന്നു നിൽക്കുന്നതിന് മുൻപ് ഇതേക്കുറിച്ചുള്ള മിസ് ആലിസിന്റെ അഭിപ്രായം എനിക്കറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. 1 ലക്ഷം രൂപ എനിക്ക് പ്രതിഫലമായി തന്ന് ബാക്കി 9 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെപ്പറ്റി തികച്ചും ബോധമുള്ളവളാണ്. 9 ലക്ഷത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് എന്ത് എന്ന് മാത്രം ഇപ്പൊ ചോദിക്കരുത്. മിസ്റ്റർ തോമസ് അഗസ്റ്റിൻ നമ്മ വെറുതെ വിടുന്നു കരുതുന്നുണ്ടോ? അക്കാര്യത്തെപ്പറ്റി മിസ്റ്റർ ജെയിംസ് ഭയപ്പെടേണ്ട. ഞാനും ആലിസും ഉറപ്പു തരുന്നു. എത്രയും വേഗം പണം കിട്ടിയാൽ അത്രയ്ക്ക് നല്ലത്. ഞങ്ങളുടെ പണം മറ്റൊരാൾ വഴി ചെറിയ നഷ്ടത്തോടെ ഞങ്ങൾ തന്നെ ഏറ്റുവാങ്ങുന്നതിനെ കുറിച്ച് ഓർത്തിട്ടാവും മിസ്റ്റർ ജെയിംസ് തിരിക്കുന്നത്. എങ്ങനെയൊക്കെ വേണമെന്നാണ് മിസ്റ്റർ ജെയിംസ് പറയുന്നത്? പരിപാടിക്ക് അവസാന രൂപം ഞാൻ കൊടുത്തിട്ടില്ല. ഇതിലെ പ്രധാന കഥാപാത്രം മിസ് ആലിസ് ആണെന്ന് ഓർക്കണം. നാളെ ഇവിടെ എത്തിയാൽ എല്ലാം വിശദമായി പറഞ്ഞു തരാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ ഒപ്പമുണ്ട്. മിസ്റ്റർ ജെയിംസ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം മതി. വരുമ്പോഴൊക്കെ വരട്ടെ. ശരി, ഇനി താമസിക്കണ്ട. സിനിമ തീരാൻ ഇനി 1.5 മണിക്കൂർ വേണം. നിങ്ങളുടെ ഡ്രൈവറിൽ നിന്നും എന്റെ കസിൻ അലക്സ് എന്ന് പറയൂ. അലക്സിൽ നിന്നും രഹസ്യങ്ങൾ ചോരാൻ ഇടയുണ്ട്. അലക്സിനെ പേടിക്കാനില്ല. ഇക്കാര്യത്തിൽ അവന്റെ സഹായം വരെ തേടാവുന്നതാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏഴാം തീയതി വരെ ആലിസിനെ കാണാൻ സാധിക്കില്ലെന്ന് തന്നെയാണോ? അതിനിടയ്ക്ക് വിവരങ്ങൾ അറിയിക്കാനെങ്കിലും വഴിയില്ല ആലീസ്? വീട്ടുകാർ പോലും അറിയാതെയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ആവശ്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള പണം ആരും അറിയാതെ എന്റെ ഒരു സ്നേഹിതനിൽ നിന്ന് വാങ്ങണം, അത്ര തന്നെ. സ്നേഹിത എവിടെയാണെന്നെങ്കിലും പറഞ്ഞുകൂടെ? പാടില്ല ജോണി. ആരെങ്കിലും അന്വേഷിച്ചാൽ തന്നെ നാം ഇന്ന് കണ്ടതിനെ പറ്റി പോലും മിണ്ടിപ്പോരുത്. ആലീസിനെ കാണാതായാൽ എല്ലാവരും എന്നെ ചോദ്യം ചെയ്യും. അവിടെയാണ് പതറാതെ നിൽക്കേണ്ടത്. ഇല്ല, ഞാൻ കുഴഞ്ഞു പോകും. നാം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ കുഴയരുത്. ആ കൈഞ്ഞു തരൂ. ഞാൻ യാത്ര ചോദിക്കുന്നു. ജോണിയുടെ മാത്രം ആലീസായി തിരിച്ചു വരാം. ഞാൻ കാത്തിരിക്കും. നീ പുതിയൊരു പെണ്ണായി എന്റെ മുന്നിലെത്തരുത്. എനിക്കത് സഹിക്കാനാവില്ല. വരുന്നു. ആലീസ്, നീ ഒരു പുതിയ പെണ്ണായി മാറിയിരിക്കുന്നു. ഓ, ഐ എം സോറി, ആലീസ് അല്ല, ഗീത. മിസ് ഗീത അഗസ്റ്റിൻ അല്ലേ? നോ നോ, ഗീത മാധവൻ. ഓർമ്മയിരിക്കട്ടെ, ഈ വേഷത്തിലാണ് നമ്മുടെ യാത്ര. ഈ വേഷത്തിലോ? വീട്ടിലായിരുന്നെങ്കിൽ എല്ലാം ആയ ഇട്ട് തരുമായിരുന്നു. ഇതൊന്ന് ഇട്ട് തരണം മിസ്റ്റർ ജെയിംസ്. എനിക്ക് ശ്വാസം മുട്ടുന്നു. നെഞ്ച് വിങ്ങി പൊട്ടും പോലെ ഇല്ല മിസ്റ്റർ ജെയിംസ്? ഞാൻ ബോഡി സ്വിറ്റ് നോക്കി. ഞാൻ ഇരിക്കട്ടെ. Come on, Mr. James.
ഈ പണി തന്നെത്താൻ ചെയ്യാൻ പഠിക്കണം. നാളെ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്നോട് ഇടാനും അഴിക്കാനും ഒന്നും പറയരുത്. ആരെങ്കിലും കൂടെ കൊണ്ടുപോകാൻ നിങ്ങൾ സമ്മതിക്കില്ല. എല്ലാ നിർദ്ദേശങ്ങളും ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഇത് കാണാപാഠമാകും. നാളെ പോകുന്നതിന് മുമ്പ് മടക്കി തരുമെന്ന്. എനിക്ക് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി, ഞാൻ മറക്കില്ല. വളരെ ഗൗരവത്തോടെ വേണം ഇനിയുള്ള ഓരോ ചുവടും. ആരും സംശയിക്കാത്ത രീതിയിൽ വേണം എല്ലാ പെരുമാറ്റങ്ങളും. ഏതെല്ലാം ഘട്ടത്തിൽ എങ്ങനെയൊക്കെ വേണമെന്ന് ഇതിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇത് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നതല്ലേ നല്ലത്. അതാപറ്റമാണ്. നോക്കിക്കൊള്ളാം മിസ്റ്റർ ഡീൻ, ഇതെല്ലാം എത്ര നിസ്സാരമായി ഞാൻ കൈകാര്യം ചെയ്യുമെന്ന്. എങ്കിൽ നിങ്ങൾക്കുള്ള 1 ലക്ഷത്തിൽ നിന്നും എനിക്കൊരു നല്ല സമ്മാനമായി തരണം. തീർച്ചയായും. പ്രോമിസ്? പ്രോമിസ്. ഇതെന്താ എനിക്ക് പറയട്ടെ? പറഞ്ഞു തീർന്നില്ലേ? ഇല്ല, പറഞ്ഞു തീർന്നില്ല. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. എല്ലാ കാര്യവും സാവധാനത്തിൽ ശ്രദ്ധിക്കും. ഒന്നും മറന്നു പോകരുത്. ഓക്കെ. ഹലോ, ജോൺസൺ സംസാരിക്കുകയാണ്. മിസ് ആലിസിനെ ഒന്ന് ഫോണിൽ കിട്ടിയാൽ കൊള്ളാം. ജോൺസൺ, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആലീസുമായി സംസാരിക്കരുതെന്ന്? മിസ് ആലിസിന്റെ സ്നേഹിതയായ പേളി റിബെല്ലയുടെ പിറന്നാളിന് ആലിസും കൂട്ടുകാരികളും ചെല്ലാമെന്ന് പറഞ്ഞിരുന്നത് എന്നാണ്. അതാണ് കാര്യമെങ്കിൽ ഞാൻ പറയാമല്ലോ. ആലീസ്, ആലീസ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ സ്വന്തം കാറിൽ നേരെ ഹോട്ടലിൽ എത്തണം. അവിടെ എല്ലാവരും കാണെ വെറുതെ ഒന്ന് ഫോൺ ചെയ്തിറങ്ങിപ്പോരും. നാം കാറുകൾ മാറും. ആലീസ് കൊണ്ടുവരുന്ന പെട്ടി എന്റെ കാറിലേക്ക് മാറ്റും. പുറപ്പെടും. വഴിയിൽ ഒരിടത്ത് വെച്ചായിരിക്കും വേഷം മാറുക. പിന്നീട് എന്ത് വേണമെന്ന് യാത്രയിൽ ഞാൻ പറയാം. ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. Nonsense!